ഗൈസ്, അപ്പം ഞാനൊരു 1.5 വർഷത്തിന് ശേഷം നാട്ടിലോട്ട് പോവാണ്. ഞാൻ 2022 ഡിസംബറിലാണ് ഇവിടെ വന്നത്, ക്രിസ്മസിൻ്റെ അന്ന്. അപ്പോൾ ഏകദേശം ഈ ഡിസംബർ ആകുമ്പോഴത്തേക്ക് 2 വർഷം ആകും. അപ്പോൾ ഞാൻ ശരിക്കും പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പാണ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇന്നാണ് ഉറപ്പിക്കുന്നത് ഞാൻ നാളെ പോവാണ് നാട്ടിൽ നിന്ന്. ഞാൻ കുറേ നാളുകൾക്ക് മുന്നേ ടിക്കറ്റ് എടുത്ത് വെച്ചേ. കാരണം നമുക്ക് ഓണത്തിന് പോകണമെന്ന് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ആ സമയത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നല്ല ചാർജ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ മുന്നേ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ കയറി വന്നു. എനിക്ക് ഗ്രാജുവേറ്റ് വിസ അപ്ലൈ ചെയ്യണമായിരുന്നു. അപ്പോൾ അത് കുറച്ച് ലേറ്റായി ചെയ്യാൻ. പിന്നെ എൻ്റെ റിസൾട്ട് വരാൻ കുറച്ച് ഡിലേ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീക്കൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വിസ വരുന്നുണ്ടോ എന്ന് നോക്കി. പക്ഷെ വരാത്തത് കൊണ്ട് എന്തായാലും നാട്ടിൽ ഇനി പോകാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചതാണ്. പക്ഷെ ഇന്ന് രാവിലെ പ്രതീക്ഷിതമായിട്ട് എന്തോ ദൈവ ഭാഗ്യം കൊണ്ട് രാവിലെ എനിക്ക് വിസ കിട്ടി. അപ്പം ഞാനത് പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാലും. അപ്പോൾ പെട്ടെന്ന് കിട്ടിയപ്പോഴത്തേനും ഭയങ്കര സന്തോഷമായി. കാരണം നാട്ടിൽ പോകാൻ പറ്റില്ല എന്നും പറഞ്ഞിരുന്നിട്ട് അത് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി. അപ്പോൾ പിന്നെ എനിക്ക് ഇന്ന് കുറച്ച് ചെറിയ ഷോപ്പിംഗ് ഒക്കെ, എനിക്ക് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് പെട്ടെന്ന് ഈ സാധനമൊക്കെ വാങ്ങിച്ച് വൈകിട്ട് വന്ന് പെട്ടെന്ന് എല്ലാം പാക്ക് ചെയ്തിട്ട് ഞാൻ എടുത്തതാണ്. അപ്പം എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ്. ശരിക്കും നാളെ ഉച്ചയ്ക്ക് 12:30 ഫ്ലൈറ്റ്. പക്ഷേ എപ്പോഴത്തെയും കാര്യം പോലെ തന്നെ എയർ ഇന്ത്യ ഡിലേ ആയി. അപ്പോൾ നാളെ രാത്രി 9:30 ഫ്ലൈറ്റ്. പിന്നെ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ഇവിടുന്ന് 1 മണിക്കാണ് ബസ്സുള്ളത്. ആ ബസ്സിന് പോയേ പറ്റുള്ളൂ. നാളെ രാവിലെ ആകുമ്പോൾ എത്തും. നേരത്തെ അതും ബുക്ക് ചെയ്തത്. അപ്പോൾ അതിന് ക്യാൻസലാക്കി മാറ്റിയാലും വേറെ ബസ്സില്ല. ലണ്ടൻ ഹീത്രൂ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അവിടുന്ന് റെഡി ആയിട്ടൊക്കെ ഇറങ്ങി. നമ്മളിവിടെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. രാത്രിയിൽ ഒരു 1 മണിയൊക്കെ ആകുമ്പോഴാണ് ബസ്സുള്ളത്. ഇതിപ്പോൾ നാഷണൽ എക്സ്പ്രസിൻ്റെ ബസ്സാണ്. നമുക്ക് ഫ്ലിക്സ് ബസ്സിലാണ് പോകാനുള്ളത്. അപ്പോൾ മിക്കുള്ളവരും നാഷണൽ എക്സ്പ്രസ്സിലാണ് കയറണത്. ഇവിടെ ഈ സ്ഥലം കണ്ടില്ലേ, ബസ്സിൻ്റെ ഇവിടെ ഇങ്ങനെ നമുക്ക് പെട്ടിയെല്ലാം വെക്കാം. അപ്പോൾ അവിടെ ലഗേജസ് എല്ലാം കയറും. Do not expect the drivers, because I know I'm literally one of them. Do not expect us to say, oh yeah, we'll squeeze it all in, because at the end of the day, we can't. അങ്ങനെ ബസ് ഒരു 5 മണി 5:30 ആയപ്പോഴത്തേക്ക് എയർപോർട്ടിലെത്തി, ഹീത്രൂ എയർപോർട്ടിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവന്നിട്ട് ഇറക്കും. ഇവിടുന്ന് ഒരു ലിഫ്റ്റ് കയറി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ടെർമിനൽ 5 പോകാനുള്ളത്. അപ്പോൾ ലിഫ്റ്റ് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. നമ്മളപ്പോൾ ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ വന്നിരിക്കുകയാണ്. നീണ്ട ഒരു സമയം ഇവിടെ വെയിറ്റ് ചെയ്യണം. കാരണം ഇനിയിപ്പോൾ രാത്രി 9:30 ഫ്ലൈറ്റ്. ഇപ്പം വെളുപ്പിന് 6:30 ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം നമ്മൾ ചെക്കിനിലൊക്കെ കയറണമെങ്കിൽ തന്നെ ഒരു 5 മണിയൊക്കെ കഴിഞ്ഞ് കയറേണ്ട ആവശ്യമുള്ളൂ. അതുവരെ ഇവിടെ ഇരിക്കണം. അപ്പം ലഗേജൊക്കെ വെച്ചിട്ട് ഇവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുകയാണ്. ഞാൻ പിന്നെ വീട്ടിൽ കുറച്ച് ബാക്കി വന്ന സാധനമൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ബാക്കി കുറച്ചും കൂടി സാധനമൊക്കെ ഇനി ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തൊരു പാത്രത്തിലാക്കിയിട്ട് വന്നു. അതാകുമ്പം വൈകിട്ട് ഇവിടെ ഇരിക്കുന്നിടം വരെ കഴിച്ചുകൊണ്ടിരിക്കാമല്ലോ, വിശക്കുമല്ലോ. അങ്ങനെ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആപ്പിളും പിന്നെ ഗ്രേപ്സും പിന്നെ മുട്ട വരെ പുഴുങ്ങി ഞാൻ കട്ട് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവിടെ പിന്നെ ഒരു ഉപയോഗമുള്ളത്, അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും ടിക്കറ്റൊന്നും കാണിക്കേണ്ട പോലെ ആവശ്യമില്ല. അകത്തോട്ടെല്ലാം കയറി നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പോയി ഇരിക്കാം. അതുകൊണ്ട് അങ്ങനൊരു സൗകര്യമുണ്ട്. അപ്പോൾ വേറൊന്നുമില്ല. ഇനി ഫ്ലൈറ്റ് കയറാൻ പോകുമ്പോഴത്തേക്ക് കാണാം. അങ്ങനെ ഞാൻ മുട്ടയുടെ വൈറ്റൊക്കെ മാത്രമാണ് എടുത്തുകൊണ്ട് വന്നത്. പിന്നെ ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് എങ്ങനെയോ വൈകിട്ട് ഒരു 12 മണിക്കൂർ അവിടെ ഇരിക്കേണ്ടി വന്നു. അങ്ങനെ വൈകിട്ട് 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അകത്ത് കയറി. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണാൻ പറ്റുന്നത് ചെക്കിൻ്റെ ക്യൂ ആണ്. ഇത്രയ്ക്ക് ക്യൂ ഉണ്ടായിരുന്നു, ഭയങ്കര ക്യൂ ആയിരുന്നു. പക്ഷേ പെട്ടെന്ന് നീങ്ങിപ്പോയി. ഒരു 3/4 മണിക്കൂറൊക്കെ നിൽക്കേണ്ടി വന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സാൻഡ്വിച്ചൊക്കെ അവിടുന്ന് വാങ്ങിച്ചിട്ട് കഴിച്ചു. നല്ല റേറ്റ് ഉണ്ടായിരുന്നു. എന്നാലും വിശപ്പുള്ളതുകൊണ്ട് ഒരെണ്ണം വാങ്ങിച്ച് കഴിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ ഡ്യൂട്ടി ഫ്രീ തപ്പി നടക്കുകയാണ്. എന്തെങ്കിലും സാധനമൊക്കെ നോക്കാമെന്ന് വെച്ചിട്ട് വലിയ കാര്യമായിട്ടൊന്നും വാങ്ങിച്ചില്ല. എങ്കിലും സമയം പോകാൻ വേണ്ടിയിട്ട് കടകളിലൊക്കെ കയറി. നമ്മളിവിടെ ഡ്യൂട്ടി ഫ്രീയിൽ കയറി. പിന്നെ ഞാനിവിടെ കണ്ട സംഭവമാണ് ഇതെന്താണ് സംഭവം? ഇത് ബിയറോ വിസ്കിയോ എന്താണിത്? എന്തോ 1049 പൗണ്ട് മീൻസ് ഒരു 1 lakh എബോ ഈ വിസ്കിയോ റമ്മോ എന്തോ ഐറ്റമാണ്. ഇത്രയും കൂടിയതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്.
ഇത് കാഡ്ബറിയുടെ എന്തോ ഒരു വലിയൊരു ബാറാണിത്. ഇത്രയും വലിയ ബാർ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ശരിക്കും നമ്മുടെ അവിടെ അൽദിയിലും സെയിൻറ്റ് ഫെറീസിലൊക്കെ പോകുമ്പം നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാളും വലിയ ഡയറി മിൽക്കിൻ്റെ ബാർ കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കാറുണ്ട്. ഞാൻ വിചാരിച്ചാൽ അതാണ് ഏറ്റവും വലിയ ബാർ. പക്ഷേ ഇത്രയും വലിയ ബാർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന് 15 പൗണ്ട്. പിന്നെ കുറേ ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഈ ടോബ്ലറോണിൻ്റെ ഇങ്ങനത്തെ ഫ്ലേവറൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല. നമ്മൾ സാധാ 2 ഫ്ലേവറേ എവിടെ കടയിൽ പോയാലും കാണാറുള്ളൂ. ഇത്രയൊക്കെ ഫ്ലേവർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളപ്പോൾ ഇവിടെ ഗേറ്റിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്യാണ്. ഫ്ലൈറ്റ് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഫ്ലൈറ്റിൽ കയറണം. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും മോശപ്പെട്ട ഒരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. കാരണം രാവിലെ 5:30-ക്ക് എത്തി, ഇപ്പോൾ 8:30 ഏകദേശം 15 മണിക്കൂർ കൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. ഓൾറെഡി ഉള്ള ഫ്ലൈറ്റ് ഡിലേ ആയിട്ടാണ് 9:30-ക്ക് ഫ്ലൈറ്റ് നമ്മളെടുത്തത്. ആ 9:30-യുടെ ഫ്ലൈറ്റ് വീണ്ടും ഡിലേ ആയിട്ട് 10:30 ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം കൊണ്ട് ശരിക്കും കുഴഞ്ഞു പോയി. ഭയങ്കര മോശമായിപ്പോയി. പിന്നെ ഇനിയിപ്പം ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞ് എനിക്ക് ഒന്നാമത് സെൻട്രലാണ്. ഇങ്ങനെ 3 നിരയായിട്ടായിരിക്കുമല്ലോ ലണ്ടനിൽ നിന്നൊക്കെയുള്ള ഫ്ലൈറ്റ്. അപ്പോൾ എനിക്ക് സെൻട്രലാണ് സീറ്റിംഗ് കിട്ടിയിരിക്കുന്നത്. അതും എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. വിൻഡോ സീറ്റൊക്കെ ആണെങ്കിൽ സൈഡിൽ ഇങ്ങനെ ചാരി കിടക്കാമായിരുന്നു. ഇപ്പം അതിനും വഴിയില്ല. അപ്പോൾ എന്തായാലും ഫ്ലൈറ്റിൽ കയറിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി. ഇത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ സീറ്റിംഗ് ആണ്. ബിസിനസ് ക്ലാസ്, ഫസ്റ്റ് ക്ലാസ് ഒക്കെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇതാണ് എക്കോണമി. ഇവിടെയാണ് നമുക്ക് സീറ്റുള്ളത്. അപ്പോൾ എനിക്ക് പക്ഷേ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഇങ്ങനെ ഒരു ബെഡ്ഷീറ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു പുതയ്ക്കാൻ വേണ്ടിയിട്ട്. ഒരു പില്ലോ ഉണ്ടായിരുന്നു, അത് നല്ല സൗകര്യമായിരുന്നു അതുണ്ടായിരുന്നത്. പിന്നെ ടിവിയും റിമോട്ടും ഹെഡ്സെറ്റും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം കുറേ പേരൊക്കെ എയർ ഇന്ത്യയുടെ ചില സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഫ്ലൈറ്റ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു ഫ്ലൈറ്റായിരുന്നു. എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. പിന്നെ എത്തിഹാഡിലൊക്കെ വെക്കുന്ന പോലെ ചെറിയ ബാക്കി സംഭവങ്ങളൊക്കെ ഹാൻഡ് സാനിറ്റൈസർ അങ്ങനത്തേക്ക് ഒരു പാക്കറ്റ് കാണും, അതൊന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ പാട്ടൊക്കെ വെച്ച് കേട്ടുകൊണ്ട് ഇരുന്നു. പിന്നെ രാത്രി ടൈം ആയതുകൊണ്ട് ലൈറ്റൊക്കെ ഫുള്ള് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഡ്രിങ്ക്സും പിന്നെ ഒരു സ്നാക്സും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിത് ഈ സ്ക്രീനിൽ ഇങ്ങനെ നമുക്ക് എത്ര ടൈമുണ്ട്, ഫ്ലൈറ്റിൻ്റെ ഡ്യൂറേഷൻ, താഴെ തന്നെ ഇനി എത്ര നേരം എടുക്കും എത്താൻ വേണ്ടി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കുന്നുണ്ടായിരുന്നു. കാരണം 9 hours നമ്മൾ ഇരിക്കണ്ടേ. ശേഷം കുറച്ച് കഴിഞ്ഞ് ഒരു 1 hour കഴിഞ്ഞ് നമുക്ക് ഫുഡ് കൊണ്ടുവന്നു. അപ്പം റൈസും ചിക്കൻ കറിയും പിന്നെ കോളിഫ്ലവറൊക്കെ വെച്ചിട്ട് എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു ഫുഡ്, അത് അത്രയും നല്ലതായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ബണ്ണുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഇതേപോലൊരു പൊട്ടാറ്റോ ഒക്കെ വെച്ചിട്ട് ഒരു സാലഡ് ഉണ്ടായിരുന്നു. ഞാൻ എല്ലാത്തിൻ്റെയും പേര് നോക്കുമായിരുന്നു, അതാണ് നിങ്ങൾക്ക് ക്ലിയറായിട്ട് സാധനം കാണാത്തത്. പിന്നെ ഇതേപോലൊരു ചോക്ലേറ്റിൻ്റെ എന്തോ ഒരു പുഡിങ്ങോ എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടതേ ഇല്ല. പിന്നെ വെള്ളവും ഇതേപോലത്തെ ഒരു ചെറിയൊരു പാക്കറ്റിലായിരുന്നു. റൈസ് ഇത് ഒണിയൻ റൈസ് ആയിരുന്നു, അത് അടിപൊളിയായിരുന്നു. ആകെ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. എന്തോ ഒരു ഡെസേർട്ട്, എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ അതിന് ശേഷം നമുക്ക് കോഫിയോ ടീയോ എന്താണെന്ന് വെച്ചാൽ അവർ കൊണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കിടന്നുറങ്ങി. ഞാനൊരു 2-3 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ആയപ്പോഴത്തേനും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തന്നു. ഉപ്പുമാവ്, ഇഡ്ഡലി, സാമ്പാർ, ക്രസൻറ്റ്, പിന്നെ ഓറഞ്ച് ജ്യൂസ്, ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഉപ്പുമാവ് ഭയങ്കര ടേസ്റ്റായിരുന്നു. പക്ഷേ ഇഡ്ഡലി അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ വെജാണ് പറഞ്ഞത്. നോൺ വെജ് പറഞ്ഞവർക്ക് ഒരു സോസേജും ഓംലെറ്റും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മുംബൈയിൽ ലാൻഡ് ചെയ്യാറായി. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റൊക്കെ പുതച്ച് കിടന്നായിരുന്നു ഉറങ്ങിയത്. അപ്പോൾ അതൊക്കെ എടുത്ത് മടക്കി വെക്കുകയാണ്. കാരണം നമ്മൾ 9 hours ഈ ഫ്ലൈറ്റിലിരിക്കുന്നത്. അപ്പോൾ ഒരു 9 hours എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ക്ഷീണിക്കും, എങ്കിലും കുഴപ്പമില്ലായിരുന്നു ഉറങ്ങിയതുകൊണ്ട്. അങ്ങനെ എത്താറായതിൻ്റെ സന്തോഷത്തിൽ ഞാനെല്ലാം റെഡിയാക്കി നേരത്തെ വെച്ചു. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തു. ബാഗൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ മുംബൈ എയർപോർട്ടിൽ ഇറങ്ങി. അപ്പോൾ അവിടെയും ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു. നമ്മൾ എല്ലാ സാധനങ്ങളും പെട്ടിയെല്ലാം വീണ്ടും എടുത്ത് കയറ്റി വെക്കണമായിരുന്നു. പക്ഷേ അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു. അവിടെ നമുക്ക് പിന്നെ ഒരു 2 മണിക്കൂറൊക്കെ ടൈം കിട്ടി.
നമ്മളപ്പോൾ ഇവിടെ മുംബൈ എത്തിയിട്ട് ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ചെക്കിനും സെക്യൂരിറ്റി ചെക്കും എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു 2 മണിക്കൂറും കൂടെ ഫ്ലൈറ്റിനുള്ളതുകൊണ്ട് ഇവിടെ ഷോപ്പൊക്കെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പിന്നെ ഒന്ന് ഫ്രഷായി ഇവിടെ വന്നിടക്കെ. കാരണം ഇന്നലെ മുതലേ വെറുതെ അവിടെ ഇരിക്കുകയല്ല അവിടെ നിന്ന് അലഞ്ഞു പോയതല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പം അടുത്ത ഫ്ലൈറ്റിൽ കയറണം. ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് ട്രിവാൻഡ്രം എത്തും. പിന്നെ നമ്മളിവിടെ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നാൾ UK നിന്നതിന് ശേഷം ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രൈസ് എല്ലാത്തിനും കൂടുതലാണോ കുറവാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. എന്തായാലും ലാസ്റ്റ് ഒരു ഫ്രൈഡ് റൈസൊക്കെ വാങ്ങിച്ച് കഴിച്ചു. വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ടൈമായി. നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് എയർബസ്സിലാണ് ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അപ്പം അതിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഡൊമസ്റ്റിക് എയർപോർട്ട് ആയതുകൊണ്ട് നമ്മൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണ് എയർ ഇന്ത്യയുടെ നമ്മൾ പോകുന്ന ഫ്ലൈറ്റ്. ഞാനിത് അടുത്ത് നിന്ന് കാണിച്ചത്. കുറേ പേരൊന്നും ഫ്ലൈറ്റിൽ കയറാത്തവരൊക്കെ കാണും. അപ്പം എനിക്ക് മുംബൈ ഫ്ലൈറ്റിലാണ് വിൻഡോ സീറ്റ് കിട്ടിയത്. എനിക്ക് കാര്യമായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയത് ഇതിലാണ്. അപ്പം ഈ ഫ്ലൈറ്റിലൊന്നും കയറാത്തവർക്ക് ഇത് കണ്ടാൽ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഫ്ലൈറ്റ് പൊങ്ങുന്ന കാര്യങ്ങളെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറുമ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കുറേ പുക കാണാൻ പറ്റും. അതവർ സ്പ്രേ എയർ ഫ്രഷ്നർ അടിക്കുന്നതാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. കാരണം ഇതൊരു ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഞാനത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് കാണുന്നത്. Make sure your mask is secured properly before assisting others. There are 8 emergency exits on this aircraft, 2 doors in the front, 2 doors at the rear. എനിക്കപ്പം വിൻഡോ സീറ്റായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. എനിക്കാണെങ്കിൽ ഈ വിങ്സിൻ്റെ അടുത്ത് തന്നെയാണ് സീറ്റ് കിട്ടിയത്. അപ്പം നിങ്ങൾക്ക് കാണാം ടേക്ക് ഓഫ് ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊന്തും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ആദ്യം ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴത്തേന് പതിയെയാണത് നീങ്ങി തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു സ്പീഡ് കുറച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കാണാം ഈ സ്പീഡ് ഗ്രാജുവലി അത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും. നല്ല സ്പീഡ് കൂട്ടിയിട്ടാണ് പിന്നെ അത് പൊന്തിപ്പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ ഫുൾ മുംബൈ കാണാം കേട്ടോ. ഫ്ലൈറ്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഒരു 5-6 മിനിറ്റ് നമുക്ക് ലാൻഡ് ഏരിയ എല്ലാം ഫുള്ള് കാണാൻ പറ്റും. പിന്നെ നമ്മൾ കടലിൻ്റെ മുകളിലേക്കാവും. പിന്നെ പയ്യെ പൊന്തി നമ്മൾ ഇങ്ങനെ മേഘങ്ങൾക്കിടയിലൂടെ പോയി നമ്മൾ പിന്നെ ഫുള്ള് ക്ലൗഡ്സ് ആയിരിക്കും നമ്മൾ കാണുന്നത്. പിന്നെ നമുക്ക് കുറച്ച് നേരത്തേക്ക് ലാൻഡ് ചെയ്യുന്നത് വരെ നമുക്ക് പിന്നെ താഴെയുള്ള ലാൻഡ് ഏരിയകളൊന്നും കാണാൻ പറ്റില്ല. പിന്നെ ഫുൾ ഇങ്ങനെ ക്ലൗഡായിരിക്കും. പിന്നെ ഈ ഫ്ലൈറ്റിൽ നമുക്ക് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, ചീസൊക്കെ വെച്ചിട്ടുള്ള സാൻഡ്വിച്ച്. പിന്നെ ഒരു മഫിൻ ഉണ്ടായിരുന്നു, ഒരു പഫ്സ് ഉണ്ടായിരുന്നു. അപ്പം ഈ മഫിനും പഫ്സും ഞാൻ കഴിച്ചില്ല. ഞാനതെടുത്ത് ബാഗിൽ വെച്ചു വീട്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു സന്ധ്യ ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് ഫ്ലൈറ്റിൽ നിന്നുള്ളൊരു വ്യൂ അടിപൊളിയാണ് കേട്ടോ. കാരണം നല്ല ഭംഗിയാണ് ക്ലൗഡ്സൊക്കെ കാണാൻ. എനിക്ക് ശരിക്കും ആ ഒരു ഭംഗി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഫ്ലൈറ്റിൽ പോയിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പിന്നെ കുറച്ച് നേരം ആകുമ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്യും. അങ്ങനെ നൈറ്റ് ടൈമാണ് നമ്മൾ ട്രിവാൻഡ്രത്ത് ലാൻഡ് ചെയ്യുന്നത്. ഒരു 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രത്തെ ഫുൾ ലൈറ്റ്സാണ് ഈ കാണുന്നത്. മുകളിൽ നിന്ന് കാണാനത് ഭയങ്കര ഭംഗിയാണ്. അത് നമ്മൾ നേരിട്ട് കാണുമ്പോഴേ ഭംഗി ശരിക്കും അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യുകയാണ്. താഴേക്ക് ഫ്ലൈറ്റ് ഇറങ്ങുന്ന ഒരു ഇതാണ്, ക്ലോസായി വരികയാണ് താഴേക്ക്. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന വീഡിയോസൊന്നും എടുക്കുന്നില്ല. കാരണം നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് വീട്ടുകാരെയൊക്കെ കാണുന്ന ആ ഒരു തിരക്കിലും എക്സൈറ്റ്മെൻറ്റിലൊക്കെ ആണല്ലോ. അപ്പം ഞാൻ വീഡിയോ നിർത്തുകയാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.